ഹായ് ഗൈസ്, വെൽക്കം ടു ഡൈകാസ്റ്റ് ഡയറീസ് ബൈ അജു. അപ്പോൾ ഇന്ന് വന്നേക്കണത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. ഹോട്ട് വീൽസുകാർ പലതരം സെറ്റുകൾ ഇറക്കാറുണ്ട്. ടൊയോട്ടയുടെ സെറ്റ് ഇറക്കാറുണ്ട്, BMന്റെ സെറ്റ് ഇറക്കാറുണ്ട്. അതേപോലെ തന്നെ സിനിമകൾ നോക്കണമെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് ടൂറിസ്മോയുടെ സെറ്റ് ഇറക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇറക്കിയ സെറ്റാണ് ഇത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ. വൺ ഓഫ് ദ റെയർ എന്ന് പറയാം 10 പാക്കാണ് വന്നേക്കണം. അപ്പോൾ ഈ പാക്ക് ഞാൻ നിങ്ങൾക്ക് ഇന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അൺബോക്സിംഗ് എന്ന് പറയുമ്പോൾ 1-2 കാറല്ല, ഒരു 10 കാറാണ്. അതൊരു 10 പാക്കിൻ്റെ സെറ്റായിട്ടാണ് നമ്മൾ അൺബോക്സ് ചെയ്യണത് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ 10 പാക്ക്. അപ്പോൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഇഷ്ടപ്പെടാത്ത ആരും അങ്ങനെ ഉണ്ടാവില്ലല്ലേ. അപ്പോൾ അതൊരു വൺ ഓഫ് ദ റെയർ പാക്കാണ്. 5 പാക്കൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും 10 പാക്ക് എന്ന് പറയുന്നത് ഹോട്ട് വീൽസിൻ്റെ റെയറാണ്. അതും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ 10 പാക്ക് എന്ന് പറയുമ്പോൾ വളരെ പണിയാണ് കിട്ടാൻ. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ സഹായം വഴി നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ ഗൈസ്, ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള 10 കാറുകളാണ് ഈ സൈഡിൽ കൊടുത്തേക്കണത്. അതിൽ 95 മിത്സുബിഷി എക്ലിസ് എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോ തന്നെ ഉള്ളതാണ്. ഇത് നമ്മളാ ടു ഫാസ്റ്റ് ടു ഫ്യൂരിയസിൽ പോൾ വാക്കറിൻ്റെ വണ്ടിയാണ്. നമ്മളെ ഫസ്റ്റ് റേസിന് പോൾ വാക്കർ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. പിന്നെ ബിക്രേഗിൽ വരുന്നുണ്ട്, സ്കൈലൈൻ GTR R32 വരുന്നുണ്ട്. പിന്നെ ഫോർഡ് എസ്കോർട്ട്, അതും പോൾ വാക്കറിൻ്റെയാണ്. ഐസ് ചാർജർ വരുന്നുണ്ട്, ഡോമിൻ്റെ ഡോഡ്ജ് ചാർജർ, സ്കൈലൈൻ GTR നമ്മളെ മോസ്റ്റ് വെയ്റ്റഡ് R34 ഗോഡ്സില. പിന്നെ പോൾ വാക്കർ തന്നെ പോർഷോ 911 ഡോഡ്ജ് ചാർജർ വരുന്നുണ്ട്, നിസാൻ സിൽവിയ വരുന്നുണ്ട്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദം വരുന്നത് നമുക്ക് പോൾ വാക്കറിൻ്റെ കേട്ടോ. പോൾ വാക്കറിൻ്റെയാണ് കൂടുതൽ കാറുകൾ ഇതിൽ വന്നേക്കണം. അപ്പോൾ പാക്ക് എന്ന് പറയുന്നത് ഇതാണ് ഐറ്റം. ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 10 പാക്ക്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മളെ 10 പാക്കിലെ 10 കാറുകൾ നമ്മൾ അൺബോക്സ് ചെയ്തേക്കാണ്. ഞാൻ ഇതിൻ്റെ ബോക്സ് വന്നിരുന്നത്. അപ്പോൾ നമുക്ക് മാറ്റി വെച്ചിട്ട് ഓരോന്ന് നമുക്ക് റിവീൽ ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മൾ 10 കാറുകളും പുറത്തെടുത്ത് വെച്ചേക്കാണ്. നമുക്കിനി ഓരോന്നായിട്ട് പരിചയപ്പെടാം. നമ്മളെ പെട്ടിയുടെ ലിസ്റ്റിലുണ്ടായ ഓർഡറിൽ തന്നെ നമുക്ക് പോവാം. ഈ ഒരു ഓർഡറിൽ തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ എക്ലിപ്സ് വരുന്നത്. അപ്പോൾ ഇതിന് ഒരു 360 നമ്മൾ ചുറ്റി നോക്കുകയാണെങ്കിൽ കറക്റ്റ് മൂവിയിലുള്ള പോലെ തന്നെ അവർ കാസ്റ്റിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. കാർബൺ ഫൈബർ വുഡ് പെയിൻറ്റിംഗ് ആണ്. മെയിൻ ലൈൻ ആയതുകൊണ്ട് തന്നെ പെയിൻറ്റിംഗ് ആണ് വരുന്നത്. അലോയ്സ് അത് അതിലുള്ളതല്ല, വ്യത്യാസമുണ്ട്. അകം നമുക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് എക്ലിപ്സ് വരുന്നത്. അടുത്ത് നമ്മൾ വരുന്നത് 87 വിക്രകലാണ്. വിക്രകൽ നമ്മളിൽ ഇതാണ് വിക്രകൽ വരുന്നത്. ഒരു മാഫിയ സ്പെക്ക് പോലത്തെ ലുക്കാണ് കേട്ടോ വണ്ടി. ഫുൾ ബ്ലാക്ക്, ഈവൻ അലോയ് അടക്കം ഇൻറ്റീരിയർ നമുക്ക് കാണാൻ പറ്റും. എക്ലിപ്സ് പോലെയല്ല. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ഇയർ. അപ്പോൾ ഇതാണ് നമ്മുടെ വിക്രകൽ വരുന്നത്. അടുത്തത് നമുക്ക് വരുന്നത് R32 സ്കൈലൈൻ R32 GTR എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പ്രത്യേക വികാരമാണ്. R35 വരെ വന്നെങ്കിലും R32 ജനറേഷനാണിത്. ഇത് നമ്മളെ ഡോം ഈസ്റ്റിന് വേണ്ടി ഉപയോഗിച്ച വണ്ടിയാണ്, ഐ തിങ്ക് സോ, ഞാൻ തോന്നുന്നു. ഇതും അത്യാവശ്യം നല്ല ഫുൾ ബ്ലാക്കിൽ നല്ല ലുക്കിലാണ് വന്നേക്കണ വണ്ടി. അപ്പോൾ അടുത്തത് വരുന്നത് നമ്മുടെ ഫോർഡ് എസ്കോർട്ടാണ്. ഫോർഡ് എസ്കോർട്ട് നമുക്ക് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 6 നമ്മളെ പോൾ വാക്കർ യൂസ് ചെയ്തിട്ടുള്ളതാണ്.
ഇതൊരു കുഞ്ഞൻ വണ്ടിയാണ്, നല്ല ക്യൂട്ട് വണ്ടി അല്ലേ, നല്ല കളറും. ഇതിൻ്റെയും ഇൻറ്റീരിയർ നമുക്ക് കാണാൻ പറ്റും കേട്ടോ, സിൽവർ കളറിൽ സീറ്റ്സ് കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗേസ്. ഒരു കാര്യം ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് ഇതിന് ലെഫ്റ്റ് മിറർ ഇല്ല, റൈറ്റ് മിറർ മാത്രമേ ഉള്ളൂ. അതെന്തോ കാസ്റ്റിംഗ് മിസ്റ്റേക്കാണെന്ന് തോന്നുന്നു. എന്നാലും കൊള്ളാം, നല്ലൊരു ക്യൂട്ട് വണ്ടി. അപ്പോൾ അടുത്തത് വരുന്നത് നമുക്ക് ഐസ് ചാർജറാണ്. നമ്മുടെ ഐസ് ചാർജർ ഡോമിൻ്റെ ഐസ് ചാർജറാണ്. ഇതാണ് ഐസ് ചാർജർ പറഞ്ഞത്. ഇത് കൊള്ളാം കേസ്, നല്ല ഗുഡ് ഡീറ്റെയിലിംഗ് ആണ്, കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ അലോയ്സൊക്കെ മൂവിയിൽ വേറെ കേട്ടോ, അലോയ്സൊക്കെ ഇതല്ല, ബാക്കി ഷേപ്പ് ആൻഡ് കാസ്റ്റിംഗ് ഒക്കെ സെയിം ആണ്. ഈവൻ കളറായാലും എല്ലാം കറക്റ്റാണ് കൊടുത്തേക്കണം. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഗൈസ്, അപ്പോൾ നമുക്ക് വരുന്നത് ചാർജർ ഹെൽക്കാറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ചാർജർ ഹെൽക്കാറ്റ് വരുന്നത്. ബ്ലാക്ക് വണ്ടികൾക്കൊരു പ്രത്യേക ലുക്കാണ്, ഒരു ബീസ്റ്റ് ലുക്ക് എന്ന് പറയില്ലേ, ആ ഒരു സ്കീമാണ് ബ്ലാക്ക് വണ്ടികൾക്ക്. ഇതിൻ്റെ നമുക്ക് ഇൻറ്റീരിയർ കാണാൻ പറ്റും. ഗ്ലാസ് കൊടുത്തിട്ടില്ല ഫ്രണ്ടിൽ, ബാക്കിലുണ്ട്. ഇതിൻ്റെ അലോയ്സും ബ്ലാക്ക് ആക്കി കാരണം കുറച്ച് ഗുഡ് ലുക്കിംഗ് ആണ്. ഫ്രണ്ടൊക്കെ നോക്കിയ കേസ്. അപ്പോൾ അടുത്ത വണ്ടിയിലോട്ട് പോകാം. അപ്പോൾ സ്കൈലൈനാണ് അടുത്തത് വരുന്നത്, R34 സ്കൈലൈൻ നമുക്ക് നോക്കാം. ഗൈസ്, മോസ്റ്റ് വെയ്റ്റഡ് R34 സ്കൈലൈൻ അഥവാ ഗോഡ്സില. ഈ ഒരു ഡിസൈൻ തന്നെ വളരെ എപ്പിക്കാണ്, നമ്മുടെ പോൾ വാക്കറിൻ്റെ സ്കൈലൈൻ. ഇതിൻ്റെ അലോയ്സ് വേറെ ഉണ്ടോ, ചേഞ്ചറാണ്. പെയിൻറ്റിംഗ് ഒക്കെ അത്യാവശ്യം കൊള്ളാൻ പോകും. ബാക്കായാലും നല്ല ഗുഡ് ലുക്കിംഗ് വണ്ടിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് പോകാം. അടുത്ത നമുക്ക് പറഞ്ഞത് പോർഷയുടെ 911 ആണ്. അതും നമ്മുടെ പോൾ വാക്കറിന് തന്നെയാണ് 911 ആണ്. GT3 RS, പഴയ ടൈപ്പ് GT3 RS ആണ്. പുതിയതിൻ്റെ ഷേപ്പ് തന്നെ ഈവൻ ഫുൾ ചേഞ്ചറല്ലേ. ഒരു ബ്ലൂ കളർ, മൂവിയിൽ യൂസ് ചെയ്ത പോലെ തന്നെ ബ്ലൂ കളർ പോർഷയാണ് വന്നേക്കണം. ഇതിൻ്റെ വീൽസൊക്കെ വേറെയാണ്. ഇൻറ്റീരിയർ നമുക്ക് കാണാം. ഹെഡ്ലൈറ്റൊക്കെ സ്മോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടെയിൽ ലൈറ്റൊന്നും പെയിൻറ്റിങ് ഇല്ല. ഇതൊരു സാറ്റിസ്ഫൈഡ് രീതിയിലുള്ള കാസ്റ്റിംഗ് അല്ല, എന്നാലും കൊള്ളാം. അടുത്ത നമുക്ക് നോക്കാവുന്നത് ഡോഡ്ജ് ചാർജറാണ്. നിങ്ങളുടെ ഡോമിൻ്റെ ഡോഡ്ജ് ചാർജർ ഒരു മസിൽ കാറുകളിലെ ഒരു ബെസ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ഡോഡ്ജ് ചാർജർ. അതും പഴയ ഈ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ വളരെ എപ്പിക്കായിട്ടുള്ള ഒരു ഡിസൈൻ, ഒരു മസ്കുലാർ ഫീൽ തരുന്നൊരു ഷേപ്പാണ്. ഫ്രണ്ടിൽ വന്നേക്കണം ഒരു ചെറിയ വീലും, ബാക്കിൽ വന്നേക്കണം കുറച്ചും കൂടി ഒരു ബിഗ്ഗർ സൈസാണ് വന്നേക്കണം. ഇതിൻ്റെ ഒരു പെയിൻറ്റിങ്ങൊക്കെ കൊള്ളാം, നല്ല ഒരു ഗോൾഡൻ ബാക്കിലൊരു ഇതൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഈ ചാർജറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള നമ്മൾ ബിഗ് ബോയ് എഞ്ചിനല്ലേ കണ്ടിരുന്നത്, ഇത് മാറിപ്പോൾ ബാക്കിലായിട്ടുണ്ട്.
അപ്പോൾ അടുത്ത് നമുക്കുള്ളത് ദ ലാസ്റ്റ് വൺ നിസാൻ സിൽവിയ S15. നമ്മൾ മൊണാലിസ എന്ന് പറയും. S15 ഒരു നിക്ക് നെയിം ഇട്ട് വിളിക്കുകയാണ് മൊണാലിസ. അപ്പോൾ സിൽവിയ നമുക്ക് കാണാം. ഇത് ടോക്കിയോ ഡ്രിഫ്റ്റിൽ നമ്മളെ സീനി DK-നിട്ട് റേസ് ചെയ്യാൻ കൊടുക്കണതാണ് സിൽവിയ. പക്ഷേ സീൻ ഡ്രിഫ്റ്റ് അറിയാത്തതുകൊണ്ട് പുള്ളി ഇടിച്ച് നശിപ്പിക്കുന്ന ഒരു വണ്ടിയാണ്. എനിക്ക് ആ ടൈമിൽ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നല്ല അട്രാക്റ്റീവ് കളറുള്ള ആ ഒരു ടൈമിലെ വണ്ടിയായിരുന്നു. പക്ഷേ ഈ വണ്ടിക്ക് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. പെയിൻറ് ജോബൊക്കെ വളരെ നീറ്റാണ്. മൂവിയിലുള്ള പോലെ തന്നെ ഫുള്ള് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ബ്ലൂ പേഴ്സണലി ഭയങ്കര ഫേവറേറ്റാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഓറഞ്ചും കൂടിയും വരുമ്പോൾ ഒരു റയർ കസ്റ്റമൈസേഷൻ സ്പെക്കാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. നമ്മളാ 10 പാക്ക് അൺബോക്സിങ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാത്തിനെയും നമ്മൾ റിവീൽ ചെയ്തു. അപ്പോൾ 10 എണ്ണം നമ്മൾ ലിസ്റ്റ് എടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 10 പാക്ക് വരുന്നത്. ഇതിൽ മെയിനായിട്ട് എല്ലാവരും മിസ് ചെയ്യേണ്ടാവുക സൂപ്പർ ആയിരിക്കും. നമ്മളെ 10 സെക്കൻഡ് സൂപ്ര, ഓറഞ്ച് സൂപ്ര. അത് ഈ 10 പാക്കിൽ വരുന്നില്ല. പകരം നമ്മളെടുത്ത് ടോമിക്ക എന്ന കമ്പനിയുടെ വേറൊരു എണ്ണുണ്ട്. അത് വേറൊരു വീഡിയോയിലായിട്ട് നമ്മൾ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. നമുക്കൊരുപാട് DM വന്നിരുന്നാണ് ഇങ്ങനത്തെ റയർ കാറുകളൊക്കെ എവിടെ നിന്നാണ് കിട്ടുക, റേറ്റൊക്കെ എങ്ങനെയാകുമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഒപ്പിച്ച് തരുന്ന എൻ്റെ സുഹൃത്തിനെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുള്ളവരൊക്കെ പുള്ളിയുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി. ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സ് ഹോട്ട് വീൽസ് ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ദിസ് ഈസ് അജു സൈനിങ് ഓഫ്.